ഹായ് ഫ്രണ്ട്സ്, മോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കറിയൊന്നും ആവശ്യമില്ലാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ, വയറ് നിറയാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 240 ml 2 കപ്പിന് 2 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ആ മൈദയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 മുട്ട കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1 മുട്ട മതിയാവും. അതിനുശേഷം നമുക്ക് ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മാവെല്ലാം നല്ലപോലെ നമ്മൾ ഒട്ടും കട്ടയില്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് മാവ് ഇരിക്കാനായിട്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം മറ്റൊരു പാത്രം എടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 5 മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും മുട്ട ഇച്ചിരി കൂടുതൽ വേണം കേട്ടോ. 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് 2 പച്ചമുളക് നൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, ക്യാരറ്റ് ഒരെണ്ണം അരിഞ്ഞത്, ഒരു ചെറിയ സവാള അരിഞ്ഞത്, ക്യാപ്സിക്കം ഒരു 1/4 ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. രുചിയുടെ ചിലർക്ക് ഇഷ്ടമില്ലാത്തവർ ഇത് ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. മുട്ട നല്ലപോലെ ഒന്ന് നമുക്ക് അടിച്ചുടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആ മുട്ടയെല്ലാം നമുക്ക് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ അതിലേക്ക് മാവ് ഞാനിവിടെ ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് നൈസും ആവാൻ പാടില്ല, ഒത്തിരി അങ്ങോട്ട് കട്ടിയാവാനും പാടില്ല. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് ഈ ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട്. ദോശ ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കണം. നല്ലപോലെ മൊരിച്ചെടുക്കണം ദോശ. അപ്പം അമർത്തി തന്നെ എടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ടു നല്ലപോലെ മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിൽ കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും മറിച്ചിടാം. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ഇതുപോലെ നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ദോശകളെല്ലാം നമുക്കിതുപോലെ ഒന്ന് ചുട്ടെടുക്കണം. അതിനുശേഷം പാനിലേക്ക് ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മുട്ടയുടെ ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എത്ര തിക്നെസ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുട്ട എത്ര ഇഷ്ടമാണോ അതിനനുസരിച്ച് കൂടുതലും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദോശ ഈ മുട്ടയുടെ മണ്ടയ്ക്കായിട്ട് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. ഈ മുട്ടയിൽ ഇത് നല്ലപോലെ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ട് നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. ഒരു വശം നല്ലപോലെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിടാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതെല്ലാം ഒരു ഭാഗം ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് അമർത്തി നല്ലപോലെ ഈ ചൂടിയിരുന്ന് ഈ ചീസെല്ലാം നല്ലപോലെ അലിഞ്ഞ് കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. വീഡിയോയിൽ കുറച്ച് സമയം കാണിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എടുക്കരുത്, ചീസ് അലിയെടുത്തില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ അലിഞ്ഞതിന് ശേഷം വേണം നമുക്ക് എടുക്കാൻ. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരെണ്ണം കഴിച്ചാൽ മതി, വയറ് നിറയും. പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ മക്കൾക്ക് നമുക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തു വിടാനും പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ലൈക്കും ഹൈപ്പും തരാൻ മറക്കരുതേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.